പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രമായി നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗമുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാല് കൊണ്ട് നടന്നിങ്ങെത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേനാ എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടിന്ന് വിളിക്കുന്നത്. ഓ, നീ എന്നെ വിളിച്ച് ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കള്, ചെത്തൊഴിലാളികള്, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്കാ. കാലടിയിലേക്കല്ല നിന്റെ പോണോ കാലടി. കാലടി നിന്റെ മറ്റവനാടാ ഈ സ്ത്രീ ലോനപ്പ. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റിയാലെന്ന്. വെള്ളം നിർത്താൻ പറ്റിയാലെന്ന്. നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിലെത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു വൈലാണ്ടിയിലെത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്. സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നോ? ഹാൻഡിക്രാഫ്റ്റോ? അത് ഞാൻ എന്തെടുക്കണം? പട്ടശാപ്പി കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ. അച്ഛൻ അതിങ്ങ് എടുത്തു തന്നെ. ചന്ദ്രമിള്ള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ, അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്നതിന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛനെ ത്യാഗം ചെയ്തത്. പിടിച്ചോ. ഇത് 3 ഉള്ളൂ, 2 കൂടി കാണണമല്ലോ. മക്കൾ, അച്ഛന്റെ അടുത്ത് എന്നെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ, ഒരാള്. ആളോ? അയ്യോ, ആരാ നിങ്ങള്? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നോ? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ താൻ ഇതേ കയറി കിടന്ന? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പോ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കൈയാണിച്ചാ മതി. താൻ എഴുന്നേറ്റ് കൊണ്ട് വന്നേ. 2 അയ്യോ, നടുക്കായിലാണല്ലോ. മോളെ, ഇയാളൊന്ന് അക്കരെ ആക്കിയേക്ക്. എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. വീട്ടിൽ ചെന്നിട്ടോണ്ടാക്കിയാ മതി. അയ്യോ, ഇത്രയും ചെറിയ വെള്ളത്തിലൊന്നും ഞാൻ കയറിയല്ല. ഞാൻ പോവാ. എന്നാ പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ വന്ന് കയറി കിടന്നും പോരാ, മര്യാദയ്ക്ക് വള്ളത്തിലോട്ട് കയറി. എന്റെ കൈ പിടിച്ചോ. അയ്യോ, വള്ളം അകലത്തില്ല, ഇയാള് കയറി. അയ്യോ, വള്ളം ഒരു കാലടി അകന്നിരുന്ന ഞാനിപ്പോ വെള്ളത്തിൽ വീണ് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തനൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തോ അയാടാ കാലടി. അനങ്ങാതിരിക്കേ, അല്ലെങ്കിൽ വെള്ളം മറിയും. അയ്യോ, എനിക്കങ്ങ് ഒരു പേടിയില്ല. വെള്ളം എങ്ങനെ പറഞ്ഞാൽ കുട്ടീനെ രക്ഷപ്പെടുത്താൻ എനിക്ക് നീന്തൽ അറിയാൻ മേല. അയ്യടാ, ആ ബാഗിനകത്ത് എന്താ? വിൽക്കാൻ കൊണ്ടുവന്ന കൺമഷീൻ ചാന്ത കുപ്പികളൊക്കെ. അയ്യോ, ഞാൻ അത്തരം കച്ചവടക്കാരനല്ല. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വന്ന കച്ചവടക്കാരനാ. എന്നാ പിന്നെ ഇത് വാങ്ങി കച്ചവടം നടത്തിക്കൂടെ? നല്ല ഡിമാൻഡുള്ള സാധനാ. ഐറ്റം കൊള്ളാം, പക്ഷെ ഇത് വിറ്റിട്ട് എന്തോ കിട്ടാനാ? എനിക്ക് വലിയ ലാഭം കിട്ടുന്ന മൊത്ത കച്ചവടം നടത്താനാ താല്പര്യം. അമ്മോ, ആരാ അമ്മോ ഇത്? അച്ഛന്റെ വള്ളത്തിൽ നിന്ന് കിട്ടിയതാ. കര തേടി ഇറങ്ങിയ ഒരു കച്ചവടക്കാരൻ. വൈകിട്ട് യൂണിയൻ മീറ്റിംഗിന് വരില്ലേ? ഇന്ന് കണക്കവതരണവാ. കയ്യാങ്കളിയാവോ? ഞാനില്ല കൂടെ. ഒരു 10 പേരെ കൊതുക്കാൻ ഞാൻ മാത്രം മതി. ഇതാണോ തന്റെ വീട്? അതെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിലൊരു മുറി വാടകയ്ക്ക് കിട്ടുമോ? ഇവിടെ ആയാലും മതി, എനിക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ അപ്പുറത്തെ വർക്കിച്ചേട്ടനോട് ചോദിക്കുന്ന നല്ലത്. പുള്ളിയോട് എന്ത് ചോദിച്ചാലും സൗകര്യം ഇല്ലെന്നേ പറയും. ആ ചാക്കയുടെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇറക്കി വെക്കേ. ഇത്രയും ദൂരം കൊണ്ടുവന്നല്ലേ, അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ബഹളം വെക്കാതെ, ഞാൻ തരുന്നുണ്ടല്ലോ. ഇത് അജയന്റെ വീടല്ലേ? ചേട്ടൻ എങ്ങനെ അറിയാം? പരിചയം. ചേട്ടൻ എല്ലാ പരിചയക്കാരും എനിക്കറിയാലോ. പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രമാദമായ ഒരു കേസല്ലേ. അപ്പൊ പത്രത്തിൽ കണ്ടുകൊണ്ട്
അതിന്റെ പ്രതികളെ ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ? ആലിക്കോയെ ഇപ്പോഴും ഞെളിഞ്ഞ് കിടപ്പുണ്ടല്ലോ. പോലീസുകാർക്ക് പിടിക്കാൻ ചുണയില്ലാഞ്ഞിട്ടല്ലേ? അല്ല, ആലിക്കോയെ തന്നെ കൊന്നെന്ന് എന്തുവാ ഉറപ്പ്? അജയന്റെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും, അല്ലെങ്കിൽ അജയന്റെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ? നിങ്ങൾ എന്തിനതൊക്കെ അന്വേഷിക്കണത്? ഒരു സംരംഭം തുടങ്ങുമ്പോ ആ നാടിനെയും നാട്ടുകാരെയും നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടേ കച്ചവടം തുടങ്ങത്തുള്ളൂ. പഠിപ്പൊക്കെ അക്കരെ ചെന്നിട്ടാവാം. തിരിച്ചു വന്നിട്ട് താറാവുകളെ വെള്ളത്തിൽ ഇറക്കാനുള്ളതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അക്കരയാക്കാം. അവിടുന്ന് തെക്കോട്ട് പോകുമ്പോ ഒരു വായനശാലയുണ്ട്. അവിടെ ചന്ദ്രമിള്ള എന്ന് പറഞ്ഞൊരാളുണ്ടാവും. ഇത് അയാളുടെ കയ്യിൽ കൊടുക്കണം. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാരെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. അപ്പൊ കമന്റ് നടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറി നിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാർ എന്നെ ബന്ധിക്കുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രൻപിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടി വരിക. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രൻപിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ലേ. ഓ, ആയിക്കോട്ടെ. ഭാര്യയ്ക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാർ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല.